ഈ സി പി എമ്മുകാരുടെ ക്രൂരതകളുണ്ടല്ലോ, പറഞ്ഞ തീരില്ല, പറഞ്ഞ തീരില്ല. കണ്ണ് ചോരയില്ലാത്ത പ്രവൃത്തികൾ എന്നൊക്കെ പറയില്ലേ. അതായത് നമുക്കൊക്കെ അറിയാലോ, പിണറായി വിജയന്റെ വീട് റെയ്ഡ് ചെയ്തപ്പോൾ ED വീണ വിജയന്റെ സാമ്പത്തിക സ്രോതസ്സുകളെ കുറിച്ച് അന്വേഷിക്കുന്നതിന്റെ ഭാഗമായി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തുള്ള വീട് റെയ്ഡ് ചെയ്ത സമയത്ത് ഒരുപാട് CPM ക്രിമിനൽ സംഘങ്ങൾ ആ ഗേറ്റിന് പുറത്ത് കൂട്ടം കൂടി അവർ വിളിച്ചു വരുത്തി. യഥാർത്ഥം വിളിച്ചു വരുത്തുകയായിരുന്നു. ഏതാണ്ട് 300ഓളം പേരെ പാർട്ടി സെക്രട്ടറിയും മറ്റ് CPM പ്രാദേശിക നേതാക്കളും ചേർന്ന് വിളിച്ചു വരുത്തി. അവിടെ നിന്ന് ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കി. അവർ നേരത്തെ തന്നെ ഈ ED ഉദ്യോഗസ്ഥന്മാർക്ക് നേരെ കുപ്പികളും പിന്നെന്താ പറയുക കല്ലുകളും ഒക്കെ വലിച്ചെറിഞ്ഞു. ആകെ ഒരു പ്രക്ഷുബ്ധ അന്തരീക്ഷം നിലനിൽക്കുകയാണ്. ഇത് പിണറായി വിജയനെ ചോദ്യം ചെയ്തൊന്നും ആയിരുന്നില്ല. പിന്നീട് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് പിണറായി വിജയൻ പറഞ്ഞത്, എന്നോടൊന്നും ചോദിക്കുന്നതായി കണ്ടില്ല, എന്നോടൊന്നും പറയുന്നതായി കണ്ടില്ല, ഞാനും ഒന്നും പറഞ്ഞില്ല എന്നൊക്കെ ഇയാൾ പറഞ്ഞത്. ഇയാളുടെ ഒരവസ്ഥ യഥാർത്ഥത്തില് പിണറായി വിജയൻ അന്ന് തന്നെ ഈ തന്റെ ഗേറ്റിന് മുന്നിൽ 300ഓളം ഈ അക്രമകാരികളായ ഡിഫിക്കാരും SFIക്കാരും CPM ഗുണ്ടകളൊക്കെ വന്ന് ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കുമ്പോൾ പിണറായി വിജയൻ ആ മുറ്റത്ത് നിന്നിട്ടൊന്ന് പറയേണ്ടതല്ലേ, ഇവിടെ എന്നെ ചോദ്യം ചെയ്യുന്നില്ല, എന്നെ ചോദ്യം ചെയ്യാനല്ല വന്നത്, എന്റെ മോളെ ചോദ്യം ചെയ്യാനാണ് വന്നത്, നിങ്ങൾ വെറുതെ ഇവിടുന്ന് ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കണ്ട, പിരിഞ്ഞു പോയിക്കോളി എന്ന് പറയേണ്ടതായിരുന്നില്ല പിണറായി വിജയൻ. പക്ഷെ പറഞ്ഞില്ല. എപ്പോഴാ പറഞ്ഞതെന്ന് അറിയോ? ഇതൊക്കെ കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് മൂപ്പര് പറഞ്ഞത്, എന്നോടൊന്നും ചോദിച്ചില്ല, ഞാനായിട്ട് അവരോടൊന്നും പറഞ്ഞതുമില്ല, എൻ്റെ മോളെ മൊഴിയെടുക്കാനും അതിൻ്റെ കാര്യങ്ങൾക്കൊക്കെയാണ് വന്നത് എന്ന് പിണറായി വിജയൻ പറയേണ്ടായി. ഞാൻ അതൊന്നല്ല പറഞ്ഞുകൊണ്ട് വരുന്നത്, ഈ ഒരു സംഭവത്തിന് ശേഷം ഈ ഉദ്യോഗസ്ഥന്മാർ പുറത്തേക്ക് പോയപ്പോൾ ആ ഉദ്യോഗസ്ഥന്മാർ ED ഉദ്യോഗസ്ഥന്മാരുടെ കാറുകൾ 2 കാറുകൾ ഈ അക്രമി സംഘം ഗുണ്ടാ സംഘം CPM ഗുണ്ടാ സംഘം ഇഷ്ടികയും മറ്റേ കല്ലും കുപ്പിയൊക്കെ ഉപയോഗിച്ച് കണ്ട് ചീമുട്ട ഉൾപ്പെടെ ചീമുട്ട സ്പെഷ്യലിസ്റ്റ് ഉണ്ട് IP ബിനു, അങ്ങനെ ഇവരെല്ലാം കൂടി ഈ കാറ് അടിച്ചു തകർത്തു. അപ്പോഴാണ് ഈ മുന്നിലെ കാറാണ് ഏറ്റവും മാരകമായി തകർത്തത്. അതിനുള്ള ഉദ്യോഗസ്ഥന്മാരെയൊക്കെ അവർ ആക്രമിച്ചു. ആ ഡ്രൈവറുടെ മാരകമായ കണ്ണിന് പരിക്കേറ്റു. ഇതൊക്കെയായിരുന്നു അന്നത്തെ സംഭവം കേട്ടോ. യഥാർത്ഥത്തിൽ ഈ കാറ് ഒരു CITU പ്രവർത്തകന്റെയും ഒരു സഖാവിന്റെ കാറായിരുന്നു ഇത്. അയാളുടെ കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് ഒരു പാവം ഡ്രൈവർ അയാളുടെ കാറ് ഇവര് വാടകയ്ക്ക് വിളിച്ചതാണ് ED. ആ കാറാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം ഇവരുടെ വർഗസ്നേഹം, CPM വർഗസ്നേഹം. ഞാൻ പെട്ടെന്ന് ഓർത്തു പോയത് എന്താ പറയുക, കഴിഞ്ഞ ദിവസം നമ്മുടെ അപ്പം ഗോവിന്ദൻ, പാർട്ടി സെക്രട്ടറി അപ്പം ഗോവിന്ദൻ പറയുന്നുണ്ട് വർഗവഞ്ചകരാണ്. ആരാണ് വർഗവഞ്ചകർ? ഈ G സുധാകരൻ വർഗവഞ്ചകനാണ്, TKG വർഗവഞ്ചകനാണ്, V കുഞ്ഞികൃഷ്ണൻ വർഗവഞ്ചകനാണ് എന്നൊക്കെ പറയുന്നത്. ഇതെന്താ ഈ വർഗവഞ്ചകൻ എന്ന് വിളിക്കുന്നത്? അപ്പം നല്ല മറുപടി സുധാകരൻ സഖാവ് കൊടുത്തു, G സുധാകരൻ കൊടുത്തു അപ്പം ഗോവിന്ദന്. വർഗവഞ്ചകൻ അപ്പം ഗോവിന്ദനാണെന്ന് പറഞ്ഞു. വർഗവഞ്ചകൻ എന്ന് പറഞ്ഞാൽ അപ്പം ഗോവിന്ദനാണ്. കാരണം ഈ വർഗം എന്ന് പറഞ്ഞാൽ എന്താണ്? യഥാർത്ഥത്തിൽ CPMകാര് വർഗം എന്ന് പറഞ്ഞാൽ ഇവരുടെ വർഗം എന്ന് പറഞ്ഞാൽ തൊഴിലാളി വർഗമാണ്. കർഷകരും തൊഴിലാളികളും അടങ്ങിയ ഒരു സാധാരണ ജനത്തിന്റെ അടിസ്ഥാന വർഗത്തിന്റെ ഉന്നമനമാണ്, അവരുടെ മോചനമാണ്, അവരുടെ സ്വാതന്ത്ര്യമാണ്, അവരുടെ ജീവിതമാണ് ഇവരുടെ ലക്ഷ്യം. മണ്ണാങ്കട്ട ഇതൊക്കെ പുസ്തകത്തിൽ പറഞ്ഞാൽ മതി. ഇവർക്ക് തന്നെ അറിയാം ഈ നേതാക്കന്മാരൊന്നും ഈ വക ആൾക്കാർക്ക് വേണ്ടിയിട്ടല്ല നിലനിൽക്കുന്നതെന്ന്. പക്ഷെ ഇവർ പറയുമ്പോൾ എങ്ങനെയാണ് വർഗവഞ്ചകർ. അപ്പോഴാണ് സുധാകരൻ സഖാവ് പറഞ്ഞത്, യഥാർത്ഥത്തിൽ വർഗവഞ്ചകൻ ഈ പാർട്ടി സെക്രട്ടറിയാണ്. പാർട്ടി സെക്രട്ടറി ഈ വർഗത്തെ വഞ്ചിക്കുകയാണ്. ഏത് വർഗത്തിന് വേണ്ടിയിട്ടാണോ CPM നിലകൊള്ളേണ്ടത് ആ വർഗത്തെയാണ് പാർട്ടി സെക്രട്ടറി വഞ്ചിക്കുന്നത്. തൊഴിലാളികളെ വഞ്ചിക്കുന്നു, കർഷകരെ വഞ്ചിക്കുന്നു, അടിസ്ഥാന ജനവിഭാഗങ്ങളെ മുഴുവൻ വഞ്ചിക്കുന്നു, പരമ്പരാഗത തൊഴിലാളികളെ മുഴുവൻ വഞ്ചിക്കുന്നു. അത് ഞാൻ പെട്ടെന്ന് ഓർത്തുപോയതാണ് കേട്ടോ. കാരണം ഈ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിലെ ആ CITU പ്രവർത്തകന്റെ, ആ CPM പ്രവർത്തകന്റെ കാറ് തല്ലി തകർത്തിട്ട് അവസാനം AR റഹീം പറഞ്ഞിരുന്നു, ഇതൊക്കെ ഞങ്ങൾ ശരിയാക്കി കൊടുക്കുന്നു. AR റഹീമിന്റെ വാക്കും പഴയ ചാക്കാണ് അതിനേക്കാളും നല്ലത്, പഴയ ഓട്ടച്ചാക്കാണ് അതിനേക്കാളും നല്ലത് കേട്ടോ. അതായത് CPM ആൾക്കാരൊക്കെ പറഞ്ഞിരുന്നു, ഞങ്ങൾ നഷ്ടപരിഹാരം കൊടുക്കും. ആർക്ക്? അതായത് ഞങ്ങൾ ആക്രമിച്ച കാറ്, ഞങ്ങൾ ആ കാറൊക്കെ ആക്രമിച്ച് തകർത്തു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേണ്ടത് അറിയോ? ഈ CPM ഗുണ്ടകളെ കാലത്തിനനുസരിച്ച് ഇവരുടെ പ്രതിഷേധങ്ങൾ മാറണ്ടേ? ഇവർ പ്രതിഷേധിച്ചോട്ടെ, ശരി. പിണറായി വിജയന്റെ വീട് ED വന്നപ്പോൾ ഇവർക്കൊക്കെ കുരു പൊട്ടിയെന്ന് വിചാരിക്കുക.
ഇവരുടെ കുരു പൊട്ടലിപ്പം നമുക്കിപ്പോ തടയാൻ പറ്റില്ലല്ലോ. ഇവർക്ക് കുരു പൊട്ടിയെങ്കിൽ അതിനുള്ളവരുടെ പ്രതിഷേധം പുതിയ രീതിയിലാവണ്ടേ? കാലം മാറുകയില്ലേ? ഇവരിപ്പോഴും 50 വർഷം 60 വർഷം 100 വർഷങ്ങൾക്ക് അപ്പുറണ്ട അതേ സമരമാർഗം അടിച്ചു തകർക്കുക, അല്ലെ? അടിച്ചു തകർക്കുക. അതിനേക്കാൾ അങ്ങേപ്പുറത്തേക്ക് ഇതിനെങ്ങനെ പ്രതിരോധിക്കണം, എങ്ങനെ പ്രതിഷേധിക്കണം ഒന്നും ഇവർക്ക് അറിയില്ല. നമ്മൾ സാധാരണ കണ്ടില്ലേ, ഈ ഹർത്താലും ബന്ധമൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് ഇവരെ പുറത്തിറങ്ങിയാൽ വണ്ടീന്റെ കാറ്റഴിച്ചു വിടുക. ഇതൊക്കെ എത്ര കാലമായി നമ്മൾ കാണാൻ തുടങ്ങിയിട്ട്. വണ്ടീന്റെ കാറ്റഴിച്ചു വിടുക, സാക്കോലും കൊണ്ടുപോവുക. ഇതുകൊണ്ടൊക്കെയാണ് തോറ്റുപോയത്. നിങ്ങൾ ഇതുകൊണ്ടൊക്കെ തോറ്റുപോയത്. അതല്ലാതെ യോഗിന്റെ സന്ദേശം ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ വായിച്ചത് കൊണ്ടോ മറ്റേ വെള്ളപ്പള്ളി നടേശനെ കാറ് കയറ്റി കൊണ്ടുവന്നുകൊണ്ടോ ഒന്നും അല്ല. അതുകൊണ്ടൊന്നും നിങ്ങൾക്ക് പ്രത്യേകിച്ച് വോട്ടൊന്നും പോയില്ല. നിങ്ങൾക്ക് വോട്ട് പോയത് എന്തെന്ന് വെച്ചാൽ നിങ്ങൾ ഈ അടിസ്ഥാന വർഗത്തെ മറന്നു, നിങ്ങൾ തൊഴിലാളികളെ മറന്നു, നിങ്ങൾ കർഷകരെ മറന്നു, നിങ്ങൾ സാധാരണക്കാരെ മറന്നു, അല്ലേ? ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. ആശാ വർക്കർമാർ 285 ദിവസം സമരം ചെയ്തിട്ടും നിങ്ങൾ കാർക്കിച്ചു തുപ്പിന്നിട്ടാണ് വലിയ തൊഴിലാളി സ്നേഹം പറയുന്നത്. ആ തൊഴിലാളി സ്നേഹത്തിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഇവിടെ പറഞ്ഞത്. അതായത് ഈ ഉദ്യോഗസ്ഥന്മാരെ ആക്രമിച്ച ആ വണ്ടി, ആ വാഹനം, ആ കാറിന്റെ ഉടമ ഇപ്പം അയാളുടെ ജീവിതമാർഗം അടഞ്ഞു. CPM-മാരൊന്നും അയാളെ സഹായിച്ചില്ല. അയാളെ കാറിന് ഇൻഷുറൻസ് പരിരക്ഷ പോലും ഇല്ലായിരുന്നു എന്നാണ് മനസ്സിലാക്കിയത്. എന്ന് പറഞ്ഞാൽ അതിന്റെ കാലാവധി 2 ദിവസം മുമ്പ് അവസാനിച്ചിരുന്നു അത്രേ. എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് ഒന്നും പൈസ കിട്ടാനില്ല. അയാളുടെ കാറ് നന്നാക്കിയപ്പോഴത്തേക്ക് ഏതാണ്ട് 1,4 ലക്ഷം രൂപ കാറ് നന്നാക്കാൻ വേണം. ആര് കൊടുക്കാൻ? തച്ച് പൊട്ടിച്ചവന്മാര് കൊടുക്കാന്നൊക്കെ പറഞ്ഞിരുന്നു. ഇവർ കൊടുക്കാൻ നല്ല പാർട്ടിസൺ. അവസാനം ഈ വാർത്ത എന്താണെന്നറിയോ? ED ഉദ്യോഗസ്ഥന്മാര് പറയാണ് ഞങ്ങൾ സഹായിച്ചോളാന്ന്. ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. ED ഉദ്യോഗസ്ഥന്മാർ തന്നെ പറയാണ് ഞങ്ങൾ സഹായിച്ചോളാം. കാരണം ഞങ്ങളല്ലേ വാടകയ്ക്ക് വിളിച്ചത്, ഞങ്ങൾ വാടകയ്ക്ക് വിളിച്ച് കൊണ്ടുവന്ന കാറാണ്. അപ്പൊ അതിന്റെ ഒരു ധാർമ്മിക ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട്, ഞങ്ങൾ ശരിയാക്കി കൊടുത്തോളാം. എന്റെ സഖാക്കളെ, എന്റെ അന്തം കമ്മികളെ, ഉളുപ്പുണ്ടോ നിങ്ങൾക്ക്? നിങ്ങളൊരു സഖാവിന്റെ കാറ്, അല്ലേ? നിങ്ങളുടെ ഒരു സഖാവിന്റെ കാറ്, അതാണ് നിങ്ങൾ അടിച്ച് തകർത്തത്. എന്നാ പിന്നെ അതൊന്നും നന്നാക്കി കൊടുക്കണ്ടോ, അല്ലേ? ഒരു സാമാന്യ മര്യാദയല്ലേ? ഒരു മനുഷ്യത്വം വേണ്ടേ? ഇതാ ആ വാർത്ത മനോരമ കൊടുത്തത് ഇങ്ങനെയാണ്: CPM പ്രവർത്തകർ തകർത്ത കാർ നന്നാക്കാൻ ED-യുടെ സാമ്പത്തിക സഹായം. അപ്പൊ ED ആണ് ഈ കാറ് നന്നാക്കാൻ വേണ്ടി പോകുന്നത്. ED ഉദ്യോഗസ്ഥർക്കെതിരായ പ്രതിഷേധത്തിനിടെ CPM പ്രവർത്തകർ തല്ലിത്തകർത്ത കാർ നന്നാക്കാൻ ഡ്രൈവർ ശ്യാംരാജിന് സാമ്പത്തിക സഹായം നൽകുമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിച്ചു. ED അറിയിച്ചു. CITU ഓട്ടോ ടാക്സി യൂണിയൻ യൂണിറ്റ് പ്രസിഡന്റ് കൂടിയായ തിരുവനന്തപുരം ശ്രീകാര്യം സ്വദേശി ശ്യാംരാജിനെ സഹായിക്കുമെന്ന വാഗ്ദാനം CPM പാലിക്കാത്തതിനെ തുടർന്നാണ് ED-യുടെ ഈ ഇടപെടൽ. ഇയാൾ CITU-ന്റെ ഈ ഓട്ടോ ടാക്സി യൂണിയന്റെ യൂണിറ്റ് പ്രസിഡന്റ് കൂടിയാണ് കേട്ടോ. എന്നിട്ട് പോലും സഖാക്കളാരും ആ വഴിക്ക് പോയില്ല. പിന്നെ ആക്രമണത്തിൽ തകർന്ന മറ്റ് 2 കാറുകളുടെ അറ്റകുറ്റപ്പണിക്ക് ഇൻഷുറൻസിന് പുറമെ ചെലവായ തുക നൽകുമെന്ന് ED കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. എന്നാൽ ആക്രമണത്തിന് 2 ദിവസം മുമ്പ് ഫിറ്റ്നസ് തീർന്നതിനാൽ ശ്യാംരാജിന്റെ വാഹനത്തിന് ഇൻഷുറൻസ് പരിരക്ഷ കിട്ടിയില്ല. അതിനാൽ ആവശ്യമായ തുക കൈമാറുമെന്നും രേഖകൾ സഹിതം അപേക്ഷിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ED ഡെപ്യൂട്ടി ഡയറക്ടർ സിമി അറിയിച്ചു. അപ്പൊ ED-യുടെ ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു, ശ്യാംരാജിനോട് പറഞ്ഞു, ശ്യാംരാജെ ബേജാറാവണ്ട, ഞങ്ങൾ നിങ്ങൾക്ക് കാശ് തരാം, എത്രയൊക്കെയാണ് ചെലവായത് അതിന്റെ രേഖകളൊക്കെ കൊണ്ടുവന്നാൽ ആ പൈസ ആര് തരാം? ED തരാമെന്ന് പറഞ്ഞു. ശ്യാംരാജിന്റേതടക്കം 3 ടാക്സികളിലായാണ് ED സംഘം മേയിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡിന് പോയത്. ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ കൂടുതൽ കേടുണ്ടായത് ശ്യാംരാജിന്റെ വാഹനത്തിനാണ്. അറ്റകുറ്റപ്പണിക്കായി ചെലവായ 1.85 ലക്ഷം രൂപ നൽകാൻ കഴിയാത്തതിനാൽ കാർ ഇതുവരെ പുറത്തിറക്കാനായിട്ടില്ല. വാഹനം ജപ്തി ഭീഷണിയിലാണ് എന്നും ഉപജീവന മാർഗത്തിനായി ശ്യാംരാജ് പെയിന്റിംഗ് ജോലിക്ക് പോവുകയാണെന്നും മനോരമ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം ശ്യാംരാജിന്റെ ആ കഥ ശ്യാംരാജിന്റെ കണ്ണിനും പരിക്കേറ്റിരുന്നു കേട്ടോ. പാവം മനുഷ്യ ഇപ്പൊ പെയിന്റിംഗ് ജോലിക്ക് പോവുകയാണ്. ആകപ്പാടെ എന്താ പറയാ, ഭാര്യന്റെ കെട്ടുതാലി വരെ ഊരി പണയം വെച്ചിട്ടാണ് ഇയാൾ ഈ കാർ എടുത്തത്. അതാണ് സഖാക്കള് ഇടിച്ചു പൊട്ടിച്ചത്. ഇതാണ് സഖാക്കന്മാര്. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും നിങ്ങൾക്ക് ഇതാണല്ലോ നിങ്ങളുടെ സ്ഥിതി എന്ന് പറഞ്ഞ പോലെ. എന്റെ മക്കളെ, ഇതൊക്കെ അപ്പം നന്നാക്കി കൊടുക്കണ്ടോ? നിങ്ങളെ സഖാവല്ലേ, അല്ലേ? CITU-ന്റെ മറ്റേ യൂണിറ്റ് സെക്രട്ടറി ആണത്രേ. അയാളെ പോലും നിങ്ങൾ തിരിഞ്ഞു നോക്കില്ല, അല്ലേ?
പിന്നെ നിങ്ങൾ പിന്നെ എന്ത് 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 വർഗസ്നേഹമാണ് നിങ്ങൾക്ക്? എന്ത് വർഗസ്നേഹമാണ്? ഇനി ഇതിനേക്കാളൊക്കെ അപ്പുറത്ത് ഇവരുടെ ഒരു ആരോപണമുണ്ട്. ED ഇത് നന്നാക്കി കൊടുക്കാന്ന് പറഞ്ഞപ്പോഴേ ഇവര് പറയാണല്ലോ. അതാണ് ഒരു ബോക്സ് സ്റ്റോറി ഉണ്ട്, അതുകൂടി കേൾക്കണം നിങ്ങൾ. വിചിത്ര മറുപടിയുമായി CPM. ഇതൊക്കെ അറിഞ്ഞപ്പം CPMന്റെ പ്രതികരണം എന്താണെന്നറിയോ? സംഭവം നടന്ന് 1 മാസം പിന്നിടുകയും സഹായ വാഗ്ദാനം പാലിക്കാത്തത് വാർത്തയാവുകയും ചെയ്തിട്ടും പാർട്ടി പ്രവർത്തകൻ കൂടിയായ ശ്യാംരാജിനെ ബന്ധപ്പെടാൻ CPM നേതൃത്വം തയ്യാറായിരുന്നില്ല. ED ആക്രമണക്കേസ് നിലനിൽക്കുന്നതിനാൽ ഇപ്പോൾ സഹായിക്കുന്നത് കേസിനെ സ്വാധീനിക്കലാകുമെന്ന വിചിത്ര മറുപടിയാണ് നേതാക്കൾ നൽകുന്നത്. കേസിനെ ബാധിക്കത്രേ. ഞാൻ പലപ്പോഴും പറയാറേ തൂവി ചത്തുറോന്ന് ഞാൻ അങ്ങനെ ചോദിക്കുന്നില്ല. കാരണം ഒരേ കാര്യങ്ങൾ നിങ്ങളോട് ചോദിച്ചിട്ട് കാര്യമില്ല. നിങ്ങളൊന്നും ഒരു തരത്തിലും മനുഷ്യന്മാരെ രക്ഷപ്പെടുത്താൻ സമ്മതിക്കൂല അല്ലേ? ഒരു തരത്തിലും ഒരാളെയും രക്ഷപ്പെടാൻ നിങ്ങൾ സമ്മതിക്കില്ല. ശരി, ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കേട്ടോ. നന്ദി, നമസ്കാരം.